ഹായ് വെൽക്കം ഓൾ. ഫിസിക്സിൽ അധിക പേരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കാണ് സിൽവറിങ് ഓഫ് ലെൻസ്. നമ്മൾ ലെൻസ് പഠിക്കാറുണ്ട്, ലെൻസ് മേക്കേഴ്സ് ഫോർമുല പഠിക്കാറുണ്ട്, അതേപോലെ പ്രിസവും പ്രിസത്തിൻ്റെ സിൽവറിങ്ങും നമ്മൾ പഠിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ലെൻസിൻ്റെ സിൽവറിങ്. ഓക്കെ, അപ്പോൾ ചില കേസിൽ അവർ പറയും ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്, അതിൻ്റെ ഒരു ഭാഗം അവർ സിൽവർ ചെയ്തു, അല്ലെങ്കിൽ ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കോൺകേവ് ലെൻസ് ഉണ്ട്, അത് സിൽവർ ചെയ്തു എന്ന് അവർ ചോദിക്കാറുണ്ട്. എന്നിട്ട് ആ കോമ്പിനേഷൻ്റെ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ചോദിക്കും. അല്ലെങ്കിൽ ആ സിൽവർ ചെയ്ത കോമ്പിനേഷൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോമ്പിനേഷൻ ഉണ്ടാക്കുന്ന റിസൾട്ടന്റ് ഇമേജ് എവിടെ എന്നുള്ള ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഇടയ്ക്ക് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിൽവറിങ് ഓഫ് ലെൻസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കോൺവെക്സ് ലെൻസ് തന്നെ ആവണം നിർബന്ധമില്ല. ഞാൻ ജസ്റ്റ് കോൺവെക്സ് ലെൻസ് വരച്ചു. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഈ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തിനെ ഞാൻ എഫ് എൽ എന്ന് വിളിച്ചു. അപ്പോൾ ആരാണ് എഫ് എൽ എന്ന് പറയുമ്പോൾ? ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ആണ്. ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തിനെ ഞാൻ എഫ് എൽ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോക്കൽ ലെങ്ത്. ഇനി അവർ ക്വസ്റ്റ്യൻ പറയാണ്, ഇതിൻ്റെ ഒരു ഭാഗം അവരെന്ത് ചെയ്തിട്ടുണ്ട്, സിൽവർ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിൻ്റെ ഈ റൈറ്റ് ഭാഗം എന്ത് ചെയ്തു, സിൽവർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ ഇനി ഒരു മിറർ പോലെയാണ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. കാരണം ലെൻസിൻ്റെ പ്രത്യേകത നമ്മൾ പഠിക്കാറുണ്ട്. ലെൻസ് എന്താണ്, ട്രാൻസ്പെറൻ്റ് ആണ് അല്ലേ. ഒരു ഭാഗത്ത് നിന്ന് ലൈറ്റ് പോയിട്ടുണ്ടെങ്കിൽ അത് പെനിട്രേറ്റ് ചെയ്തിട്ട് അപ്പുറത്തെ ഭാഗത്തിലേക്ക് എത്തണം. ബിക്കോസ് ലെൻസ് ട്രാൻസ്പെറൻ്റ് ആണ്, മിറർ എന്താണ്, ഒപ്പാക്ക് ആണ്. ഇപ്പോൾ നോക്ക്, ഒരു കോൺവെക്സ് ലെൻസ് അല്ലേ, ഇതിലൂടെ ലൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് പെനിട്രേറ്റ് ചെയ്ത് ഇവിടെ എത്തും. ബിക്കോസ് ലെൻസ് ട്രാൻസ്പെറൻ്റ് ആണ്. മിറർ ട്രാൻസ്പെറൻ്റ് അല്ല, കാരണം മിററിൻ്റെ ഈ ഭാഗം നമ്മൾ സിൽവർ കോട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പെയിന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ലൈറ്റ് പെനിട്രേറ്റ് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ ഈ ഭാഗം നമ്മൾ സിൽവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, സിൽവറിങ്ങിന് മുമ്പായിരുന്നെങ്കിലോ ലൈറ്റ് ഇതിലൂടെ പോയിട്ട് അതൊരു ലെൻസ് പോലെ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിൽവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ മുഴുവനായിട്ട് എന്തായിട്ട് മാറും, ഒരു മിറർ പോലെ ബിഹേവ് ചെയ്യും. ഈ കോമ്പിനേഷൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ഈ ഒരു ഭാഗത്ത് ഒരു മിറർ ഉണ്ടല്ലോ, ഇത് ഏത് മിററാണ്? ഒരു കോൺകേവ് മിറർ ആണ് അല്ലേ. ആ മിററിന്റെ ഫോക്കൽ ലെങ്ത്തിനെ ഞാൻ എഫ് എം എന്ന് വിളിച്ചു. അപ്പോൾ ആരാണ് എഫ് എം? ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ. എനിക്ക് എന്താണ് വേണ്ടത്? എഫ് ഇക്വലന്റ് ആണ്. അതായത് ഈ കോമ്പിനേഷന്റെ ടോട്ടൽ ഫോക്കൽ ലെങ്ത് വേണം. അപ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ആദ്യം ഒരു ലെൻസ് ഉണ്ടായിരുന്നു, വേണമെങ്കിൽ അത് കോൺവെക്സ് ആവാം അല്ലെങ്കിൽ കോൺകേവ് ആവാം. അപ്പോൾ ഏതും ആയിക്കോട്ടെ, ആ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്തിനെ ഞാൻ എഫ് എൽ എന്ന് വിളിച്ചു. ഈ ഒരു ഭാഗം ഞാൻ സിൽവർ ചെയ്തിട്ടില്ലേ, അപ്പോൾ ഈ ഒരു ഭാഗം ഒരു മിറർ അല്ലേ, ആ മിററിന്റെ ഫോക്കൽ ലെങ്ത്തിനെ ഞാൻ എഫ് എം എന്ന് വിളിച്ചു. ഇനി ചില കേസിൽ ഇതൊരു പ്ലാനോ കോൺവെക്സ് ആയിരിക്കാം, അപ്പോൾ പ്ലെയിൻ ഭാഗമായിരിക്കും സിൽവർ ചെയ്യുന്നുണ്ടാവുക, അപ്പോൾ അതൊരു പ്ലെയിൻ മിറർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഏതും ആയിക്കോട്ടെ, ആ മിററിന്റെ ഫോക്കൽ ലെങ്ത്തിനെ ഞാൻ ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ കോമ്പിനേഷന്റെ ടോട്ടൽ ഫോക്കൽ ലെങ്ത് ആണ് എഫ് ഇക്വലന്റ്. ആ ടോട്ടൽ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. 1 ഡിവൈഡഡ് ബൈ എഫ് ഇക്വലന്റ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ മൈനസ് 2 ഡിവൈഡഡ് ബൈ എഫ് എൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. 1 ഡിവൈഡഡ് ബൈ എഫ് എം മൈനസ് 2 ഡിവൈഡഡ് ബൈ എഫ് എൽ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ഇക്വേഷൻ? 1 ഡിവൈഡഡ് ബൈ എഫ് ഇസ് ഈക്വൽ ടു 1 ബൈ എഫ് എം മൈനസ് 2 ബൈ എഫ് എൽ. ഈ ഇക്വേഷനിൽ നിങ്ങൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കറക്റ്റായിട്ട് സൈൻ കൺവെൻഷൻ കൊടുക്കണം. ഇതിപ്പോൾ ഒരു കോൺകേവ് മിറർ അല്ലേ, കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ് നമുക്കറിയാം. അപ്പോൾ മിററിന്റെ കേസിൽ ചെയ്യുമ്പോൾ നെഗറ്റീവ് കൊടുക്കണം. ഇനിയിപ്പോൾ ലെൻസ് അല്ലേ, ഞാൻ ഈ വരച്ച ഫിഗറിൽ ഇതൊരു കോൺവെക്സ് ലെൻസ് അല്ലേ, കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. അങ്ങനെ ഓരോ കേസിനനുസരിച്ച് സൈന് കൊടുത്തിട്ട് വേണം നിങ്ങൾ കൃത്യമായിട്ട് പ്രോബ്ലം ചെയ്യാൻ. അതിന് കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് ഞാനൊരു കാര്യം കൂടിയും പറയാം. അത് എല്ലാവർക്കും അറിയുന്നൊരു കേസ് തന്നെയാണ്. ഇതൊരു പ്ലെയിൻ മിറർ ആണ്. ഓക്കെ, ദിസ് ഇസ് എ പ്ലെയിൻ മിറർ. ഫോക്കൽ ലെങ്ത് ഓഫ് ദ പ്ലെയിൻ മിറർ എന്താണ്? ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പ്ലെയിൻ മിറർ ആണെങ്കിൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്താണ്? ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ തിയറിയിൽ എവിടെയെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇക്വേഷൻ നിർബന്ധമായിട്ട് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ആദ്യത്തെ ചോദ്യം, എ പ്ലാനോ കോൺവെക്സ് ലെൻസ് ഹാസ് എ ഫോക്കൽ ലെങ്ത് ഓഫ് 20 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ് ആണ്. ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ ഞാനും ആ ഫിഗർ വരച്ചു. ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ് ഉണ്ട്. ആ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ. സോ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ഈസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ. സൈൻ കൊടുക്കണം. പ്ലാനോ കോൺവെക്സ് ആണെങ്കിലും കൺവെർജിങ് ആണ്. നിങ്ങൾ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നതാണ്, അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കണം. കോൺവെക്സിന്റെ പ്രത്യേകത എന്താണ്? കൺവെർജിങ് ആണ്. ഒരു പ്ലാനോ കോൺവെക്സ് ആണെങ്കിലും അതെന്താണ്? കൺവെർജിങ് ആണ്. അപ്പോൾ അത് കൺവെർജ് ചെയ്യുന്നത് റൈറ്റ് സൈഡിലാണ്. സോ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആകുന്ന പോലെ തന്നെ പ്ലാനോ കോൺവെക്സും കോൺവെക്സ് പോലെ തന്നെയാണ്, ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 20 സെൻറ്റിമീറ്റർ. ഇനി എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ഇഫ് ദ പ്ലെയിൻ സർഫസ് ഈസ് സിൽവേർഡ്. ഇതല്ലേ ഇതിന്റെ പ്ലെയിൻ സർഫസ്. ആ പ്ലെയിൻ സർഫസ്
സർഫസ് ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, സിൽവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഒരു പ്ലെയിൻ സർഫസ് ഇവർ ഇതേപോലെ തന്നെ സിൽവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചത് ഈ കോമ്പിനേഷൻ്റെ ടോട്ടൽ ഫോക്കൽ ലെങ്ത് ആണ്. ഇത് PYQ എക്സാമിന് വന്നൊരു ചോദ്യമായിരുന്നു. അപ്പോൾ ആ കോമ്പിനേഷൻ്റെ ടോട്ടൽ ഫോക്കൽ ലെങ്ത് ആണ്. ഇനി എനിക്ക് ഒരു ഡാറ്റും കൂടി വേണം, എന്താണ്, മിററിൻ്റെ ഫോക്കൽ ലെങ്ത് വേണം. ഈ ഒരു കേസിൽ വളരെ എളുപ്പമാണ്, കാരണം ഇതൊരു പ്ലെയിൻ മിററാണ്. കണ്ടില്ലേ, പ്ലാനോ കോൺവെക്സ് അല്ലേ, അതിൻ്റെ പ്ലെയിൻ ഭാഗമല്ല അവർ സിൽവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പ്ലെയിൻ മിറർ അല്ലേ. പ്ലെയിൻ മിററിൻ്റെ ഫോക്കൽ ലെങ്ത് അവർ ക്വസ്റ്റിൽ തരണം നിർബന്ധമില്ല, കാരണം നമുക്കറിയാം പ്ലെയിൻ മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എന്താണ്, ഇൻഫിനിറ്റി ആണ്. ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. വി നോ ദാറ്റ് 1/f equivalent is equal to എന്താ നമ്മുടെ ഫോർമുല, 1/fm - 2/fl. കറക്റ്റ് സൈൻ കൊടുത്തിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. 1 divided by ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ, ഈ ഒരു കേസിൽ അതൊരു പ്ലെയിൻ മിറർ ആണ്, അപ്പോൾ നമുക്ക് ഇൻഫിനിറ്റി വരും, -2 divided by ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ്. സൈൻ അടക്കം നമ്മൾ കൊടുക്കണം. ഇതിലെന്താണ്, അതൊരു പ്ലാനോ കോൺവെക്സ് ആണ്, ഫോക്കൽ ലെങ്ത് 20 ആണ്. പ്ലാനോ കോൺവെക്സിൻ്റെ ഫോക്കൽ ലെങ്ത് എന്താണ്, പോസിറ്റീവ് ആണ്. സൈൻ കൊടുത്തു. എനി നമ്പർ ബൈ ഇൻഫിനിറ്റി 0 എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ ടേം എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 divided by 20. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -1 divided by 10 ആണ്. അപ്പോൾ എനിക്ക് റെസിപ്രോക്കൽ എടുത്തിട്ടുണ്ടെങ്കിൽ F equivalent is equal to -10 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്താണ്, ഇതിൻ്റെ ഇക്വലന്റ് ഫോക്കൽ ലെങ്ത് is equal to -10. ഓപ്ഷൻസിൽ അവർ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ആ മൈനസിൻ്റെ മീനിങ് എന്താണ്, ഈ കോമ്പിനേഷൻ്റെ ടോട്ടൽ ഫോക്കൽ ലെങ്ത് വരുന്ന ലെഫ്റ്റ് സൈഡിലായതുകൊണ്ടാണ്. അതായത് ഈ കോമ്പിനേഷൻ്റെ ഫോക്കൽ ലെങ്ത് ലെഫ്റ്റിലായതുകൊണ്ടാണ് നമ്മുടെ ഫൈനൽ ആൻസറിൽ നെഗറ്റീവ് കിട്ടിയത്. ഓപ്ഷൻസിൽ അവർ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൽ ചോദിക്കാവുന്ന ഒരു നോർമൽ ക്വസ്റ്റ്യൻ. നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ഒന്നുകൂടി ചിന്തിക്കാം. അതായത് ഫോക്കൽ ലെങ്ത് കണ്ടിട്ട് ഇനി നമ്മളോട് ഇമേജ് ഡിസ്റ്റൻസ് കൂടി ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഈ ഒരു ചോദ്യമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 30 സെൻറ്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് ലെൻസ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ നമുക്ക് ഫിഗർ വരക്കാം. ഒരു കോൺകേവ് ലെൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇതേപോലെ നമ്മുടെ കയ്യിൽ ഒരു കോൺകേവ് ലെൻസ് ഉണ്ടായിരുന്നു. ഇനി ബാക്കി എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്, ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 30 സെൻറ്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് ലെൻസ്. ഈ കോൺകേവ് ലെൻസിൻ്റെ ഫ്രണ്ടിലായിട്ട് 30 സെൻറ്റിമീറ്റർ അകലെയായിട്ട് ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡാറ്റ എഴുതാം. യുടെ വാല്യൂ എത്രയാണ്, 30 സെൻറ്റിമീറ്റർ. വി നോ ദാറ്റ് റൂൾ പ്രകാരം ഒബ്ജക്റ്റ് ലെഫ്റ്റിലാണ് വെക്കാറ്, അതുകൊണ്ട് -30, ഡൗട്ട് ഇല്ലല്ലോ. ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ ഗ്ലാസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5. നമ്മുടെ ലെൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഗ്ലാസ് വെച്ചിട്ടാണ്. ആ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്, 1.5. 1.5 എന്ന് പറയുമ്പോൾ 3/2. ആൻഡ് ഹാസ് ഈക്വൽ റേഡിയസ് ഓഫ് കർവേച്ചർ. R1ൻ്റെ വാല്യൂ അതേപോലെ R2ൻ്റെ വാല്യൂ എന്താണ്, സെയിം ആണ്. R1ൻ്റെ വാല്യൂം R2ൻ്റെ വാല്യൂം ഈക്വൽ ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണ്, 30 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം, ദ സർഫസ് ഓഫ് ദ ലെൻസ് ഫാർദർ എവേ ഫ്രം ദ ഒബ്ജക്റ്റ് ഈസ് സിൽവേർഡ്. അതായത് ഒബ്ജക്റ്റിൽ നിന്ന് അകലെയുള്ള സർഫസ്. അപ്പോൾ ഈ ഒരു സർഫസ് നമ്മുടെ ഒബ്ജക്റ്റിൽ നിന്ന് അടുത്തിരിക്കുന്ന സർഫസ് അല്ലേ. ഒബ്ജക്റ്റിൽ നിന്ന് അകലെയുള്ള സർഫസ് അതേതാണ്, ഈ ഒരു സർഫസ് അല്ലേ, ഒബ്ജക്റ്റിൽ നിന്ന് അകലെയായിട്ടുള്ള സർഫസ്. അത് അവർ സിൽവർ ചെയ്തു എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഈ ഒരു ഭാഗം അവർ സിൽവർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ കോമ്പിനേഷൻ മൊത്തത്തിൽ ഒരു മിറർ പോലെ ആക്ട് ചെയ്യുന്നില്ലേ. ഇനി എന്താണ് നമ്മളോട് ചോദിച്ചത്, ഫൈൻഡ് ദ നേച്ചർ ആൻഡ് പൊസിഷൻ ഓഫ് ദ ഫൈനൽ ഇമേജ്. ഫൈനൽ ഇമേജിൻ്റെ നേച്ചറും വേണം, അതേപോലെ തന്നെ പൊസിഷനും വേണം. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. സോ ഫൈനൽ ഇമേജ് ആണ് വേണ്ടത്. വി വാണ്ട് ടു ഫൈൻഡ് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഈ ഒരു കേസിൽ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കോമ്പിനേഷൻ മുഴുവനായിട്ട് ഒരു മിറർ പോലെ ബിഹേവ് ചെയ്യും. മിററിൻ്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ എങ്ങനെ കാണാറ്, 1/f = 1/u + 1/v. ഈ ക്വസ്റ്റ്യൻ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ യുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, വി ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ബട്ട് നമുക്ക് എന്തറിയില്ല, എഫ് അറിയില്ല. അപ്പോൾ എന്ത് വേണം, എഫ് വേണം. ആരാണ് എഫ്, ഈ കോമ്പിനേഷൻ്റെ ടോട്ടൽ ഫോക്കൽ ലെങ്ത്. മുമ്പത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ജസ്റ്റ് അവർ കോമ്പിനേഷൻ്റെ ഫോക്കൽ ലെങ്തേ ചോദിച്ചിട്ടുള്ളൂ. ഇത് ഈ കോമ്പിനേഷൻ്റെ ഫ്രണ്ടിലായിട്ട് അവർ ഒബ്ജക്റ്റ് വെച്ചിട്ട് ആ കോമ്പിനേഷൻ ഉണ്ടാക്കുന്ന ഇമേജ് എവിടെ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് നോർമൽ പ്രൊസീജിയർ വെച്ചിട്ട് എന്ത് കാണണം, ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോമ്പിനേഷൻ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഫൈൻഡിങ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോമ്പിനേഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം അതിന് മുമ്പായിട്ട് ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റ നോക്കാം. ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ ഉണ്ടല്ലോ, നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ, ഇത് ഏത് മിററാണ്, ഒരു കോൺവെക്സ് മിററാണ്. മുമ്പത്തെ കേസിൽ എന്തായിരുന്നു, ഈ പ്ലെയിൻ ഭാഗമല്ലേ നമ്മൾ സിൽവർ ചെയ്തിട്ടുള്ളത്. ഫിഗർ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പ്ലെയിൻ മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എന്താണ്, ഇൻഫിനിറ്റി ആണ്. ഇനി ഞാൻ എക്സാമ്പിൾ പറഞ്ഞ കേസിൽ ഈ കോൺവെക്സ് ലെൻസല്ലേ ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, അതിൽ ഈ ഭാഗം സിൽവർ ചെയ്തപ്പോൾ ഇത് ഏത് മിറർ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്, കോൺകേവ് മിറർ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു കേസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നോക്ക്, നമ്മൾ ഈ ഒരു ഭാഗമല്ലേ അവർ സിൽവർ ചെയ്തു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഏതാണ്, കോൺവെക്സ് മിറർ ആണ് അല്ലേ, കോൺവെക്സ് മിറർ.
ഈ ഭാഗത്തിന്റെ റേഡിയസ് അവർ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഇതിന്റെ റേഡിയസും ഈ രണ്ട് ഭാഗത്തിന്റെ റേഡിയസും 30 ആണ്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? പിന്നെ ഒരു മിററിന്റെ കേസിൽ റേഡിയസിന്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് കിട്ടും. അപ്പൊ ഈ ഒരു ഭാഗം ഒരു മിറർ ആയിട്ട് ആക്ട് ചെയ്യുന്നില്ലേ? അതിന്റെ റേഡിയസ് എത്രയാണ്? 30 ആണ്. അതിന്റെ പകുതി ആവില്ലേ ഫോക്കൽ ലെങ്ത്? അതുകൊണ്ട് റേഡിയസ് ഓൾറെഡി രണ്ട് ഭാഗത്തിന്റെയും റേഡിയസ് 30 ആണ്. അതുകൊണ്ട് മിററിന്റെ ഫോക്കൽ ലെങ്ത് നേരെ അതിന്റെ പകുതി എടുത്താൽ മതി. നമ്മൾ റേ ഒപ്റ്റിക്സിൽ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യമാണ് റേഡിയസിന്റെ പകുതിയാണ് എന്ത്? ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരെ ഹാഫ് എടുത്തു. ഇനി സൈന് കൊടുക്കണം. ഇത് ഏതാണ്? ഈ ഒരു ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതുപോലെ തന്നെ ഉണ്ടെന്ന് അറിയാം. ഒരു കോൺവെക്സ് മിറർ പോലെ ഉണ്ട്. നിങ്ങൾക്കറിയാം കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. കോൺവെക്സ് മിററിന്റെ ഫോക്കൽ ലെങ്ത് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ ഇത് ഏതാണ്? ഒരു കോൺവെക്സ് മിറർ ആണ്. അതുകൊണ്ട് അതിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിട്ട് മാറും? ഒരു പോസിറ്റീവ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? പ്ലസ് എന്ന് എഴുതാം. സോ ഒരു കോൺവെക്സ് മിറർ ആണ്, ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട കാര്യം ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ് അല്ലേ? ഇനി ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ കോമ്പിനേഷന്റെ ടോട്ടൽ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഈ ക്വസ്റ്റിൽ ഡയറക്ട്ലി അവർ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടില്ലായിരുന്നു. മുമ്പത്തെ കേസിൽ ഡയറക്ട്ലി അവർ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് തന്നു, ഇതിൽ തന്നില്ല. അപ്പോൾ ഒരു നല്ല ക്വസ്റ്റിൽ അവർ അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ ലെൻസ് മേക്കർ ഫോർമുല വെച്ചിട്ട് നമ്മൾ എന്ത് കാണണം? ആ കോമ്പിനേഷൻ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കാണണം. നമുക്ക് ലെൻസ് മേക്കർ ഫോർമുല അറിയാം. 1/f ഈക്വൽ ടു, അക്കോർഡിംഗ് ടു ദ ലെൻസ് മേക്കർ ഫോർമുല, 1/f ഇസ് ഈക്വൽ ടു n-1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. അപ്പോൾ ലെൻസ് മേക്കർ ഫോർമുല വെച്ചിട്ട് നമുക്ക് ആ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കാണാം. ഇത് ഏത് ലെൻസാണ്? ഒരു കോൺകേവ് ലെൻസ് ആണ് അല്ലേ? അതിന്റെ ഫോക്കൽ ലെങ്ത് കാണാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു n റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 3/2 ആണ് അല്ലേ? അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 2 മൈനസ് 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ R1. R1ന്റെ വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 30 ആണ്. R2ന്റെ വാല്യൂ 30 ആണ്. അപ്പോൾ R1ന്റെ വാല്യൂ 30 മൈനസ് R2ന്റെ വാല്യൂ എന്താണ്? 30 ആണ്. പക്ഷെ നമ്മൾ R1നും R2നും സൈന് കൊടുക്കണം. റൂള് പ്രകാരം ലൈറ്റ് ലെഫ്റ്റ് എന്നല്ല വരാറ്. അങ്ങനെ ലൈറ്റ് ലെഫ്റ്റ് എന്ന് വരുമ്പോൾ ആദ്യം ലൈറ്റ് ഇതിലാണ് എൻ്റർ ചെയ്യുന്നുണ്ടാവുക. അതിനെയാണ് നമ്മൾ R1 എന്ന് പറയുക. അത് ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോഴല്ലേ നമുക്ക് സ്ഫിയർ കിട്ടുക. അതിന്റെ സെന്റർ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലല്ലേ? അതുകൊണ്ട് R1ന്റെ വാല്യൂ എന്താണ്? നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് കൊടുക്കണം. രണ്ടാമതല്ലേ ലൈറ്റ് ഇതിൽ എൻ്റർ ചെയ്യുന്നുണ്ടാവുക. അതിങ്ങനെ ജോയിൻ ചെയ്യുമ്പോഴല്ലേ ഒരു സ്ഫിയർ കിട്ടുന്നുണ്ടാവുക. അതിന്റെ സെന്റർ റൈറ്റ് സൈഡിലാണ്. അപ്പൊ റൈറ്റ് സൈഡിലായതുകൊണ്ട് ഇതിനെ നിങ്ങൾ എന്ത് വിളിക്കണം? പോസിറ്റീവ് വിളിക്കണം. therefore 1/f ഈക്വൽ ടു 3/2 മൈനസ് 1 എന്ന് പറയുമ്പോൾ 1/2 മൈനസ് 1/30 മൈനസ് 1/30 ആരാണ്? മൈനസ് 2 ഡിവൈഡഡ് ബൈ 30. ഈ 2 കട്ട് ചെയ്തു. therefore ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് എത്രയാണ്? മൈനസ് 30 സെന്റിമീറ്റർ. മൈനസ് കിട്ടും എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി ഉറപ്പാണ്. കാരണം കോൺകേവ് അല്ലേ? അപ്പൊ എന്തായാലും നെഗറ്റീവ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആദ്യത്തെ ക്വസ്റ്റിൽ അവർ തന്നു. ഇനി ഇൻ കേസ് അത് ക്വസ്റ്റിൽ തന്നിട്ടില്ലെങ്കിലോ ലെൻസ് മേക്കർ ഫോർമുല വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഇതുവരെ അറിയില്ലായിരുന്നു. അത് എത്രയും നമ്മൾ കണ്ടുപിടിച്ചു? മൈനസ് 30 സെന്റിമീറ്റർ. റെഡി അല്ലേ? മൈനസ് 30 സെന്റിമീറ്റർ. അപ്പൊ എങ്ങനെയാ മിററിന്റെ കിട്ടിയത്? മിററിന്റെ പ്രത്യേകിച്ച് ഇക്വേഷന്റെ ആവശ്യമില്ല. നേരെ റേഡിയസിന്റെ ഹാഫ് എടുത്താൽ മതി. ഇതൊരു കോൺകേവ് മിറർ ആണ് അല്ലേ? ഫിഗർ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാകും. ഇത് ഏതാണ്? ഒരു കോൺകേവ് മിറർ ആണ്. ആ കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് എന്താണ്? ഇതിന്റെ ഹാഫ് എടുത്താൽ മതി. അങ്ങനെയാണ് 15 കിട്ടിയത്. കോൺകേവ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ കോമ്പിനേഷന്റെ ടോട്ടൽ ഫോക്കൽ ലെങ്ത് വേണം. എങ്ങനെ കോമ്പിനേഷന്റെ ടോട്ടൽ ഫോക്കൽ ലെങ്ത് നമ്മൾ കാണാറ്? 1/f ഇക്വലന്റ് ഇസ് ഈക്വൽ ടു 1/fm minus 2 divided by focal length of the lens. So that is equal to 1 by focal length of mirror plus 15 ആണ് മൈനസ് 2 ഡിവൈഡഡ് ബൈ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് അല്ലേ? ലെൻസ് കോൺകേവ് ആണ്. ഫോക്കൽ ലെങ്ത് 30 എന്ന് കണ്ടു. കോൺകേവ് ആയതുകൊണ്ട് മൈനസ് എഴുതണം. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/15. മൈനസ് മൈനസ് പോസിറ്റീവ് ആയിട്ട് മാറി. 2 ഡിവൈഡഡ് ബൈ 30 എന്ന് പറയുമ്പോൾ 1/15. ഓക്കെ. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 15. അപ്പോൾ നമുക്ക് 2 ഡിവൈഡഡ് ബൈ 15 എന്ന് കിട്ടി. റെസിപ്രോക്കൽ എടുത്തിട്ടുണ്ടെങ്കിൽ എഫ് ഇക്വലന്റ് നമ്മുടെ കോമ്പിനേഷന്റെ ടോട്ടൽ ഫോക്കൽ ലെങ്ത് എത്രയാണ്? 15 ഡിവൈഡഡ് ബൈ 2. ഇതാണ് കോമ്പിനേഷന്റെ ടോട്ടൽ ഫോക്കൽ ലെങ്ത്. ഇതുമല്ല നമ്മളോട് ക്വസ്റ്റിൽ ചോദിച്ചത്. ഒരു നല്ല ചോദ്യം കേട്ടോ. ഇതുമല്ല അവർ ക്വസ്റ്റിൽ ചോദിച്ചത്. എന്താ ചോദിച്ചത്? ഈ കോമ്പിനേഷന്റെ ഫ്രണ്ടിലായിട്ട് കണ്ടില്ലേ, ഈ സിൽവർ ചെയ്തിട്ടുള്ള ഈ ലെൻസിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഒബ്ജക്റ്റ് വെച്ചു. ഇയാൾ എവിടെ ഇമേജ് ഉണ്ടാവുന്നു? അപ്പോൾ ഈ കോമ്പിനേഷന്റെ ടോട്ടൽ ഫോക്കൽ ലെങ്ത് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സാധാരണ പോലെ ഇനി മിറർ ഫോർമുല കൊടുക്കാം. 1/f ഇസ് ഈക്വൽ ടു എന്താ നമ്മുടെ മിറർ ഫോർമുല എന്താണ്? 1/f ഈക്വൽ ടു 1/u പ്ലസ് 1/v. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പല കുട്ടികൾക്കും ഇവിടെ ഉണ്ടാവാവുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തുകൊണ്ട് നമ്മൾ മിറർ ഫോർമുല കൊടുക്കാനുള്ള കാരണം എന്നുള്ളത് ഇത് ലെൻസ് അല്ലേ എന്ന്.
അപ്പോൾ എനിക്ക് തിരിച്ചു പറയാനുള്ള ഒരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവർ ചെയ്തു കഴിഞ്ഞാൽ അത് ലെൻസ് അല്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഇതെന്താണ്, നമ്മൾ ലെൻസ് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഇതിവിടെ ട്രാൻസ്പെറൻ്റ് അല്ലല്ലോ. ഈ ഭാഗം സിൽവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒപ്പാക്കായിട്ട് മാറിയില്ലേ. അപ്പോൾ ഈ കോമ്പിനേഷൻ മുഴുവനായിട്ട് ഒരു മിറർ പോലെയാണ് ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ മിററിന് എന്ത് ചെയ്യണം, മിറർ ഫോർമുല നിർബന്ധമായിട്ടും കൊടുക്കണ്ടേ. എന്താ മിറർ ഫോർമുല? 1/f = 1/u + 1/v. അപ്പോൾ ഈ കോമ്പിനേഷൻ്റെ ഫ്രണ്ടിൽ 30 സെൻറ്റിമീറ്റർ അകലെയായിട്ട് ഒബ്ജക്റ്റ് വെച്ചു. ഈ കോമ്പിനേഷൻ എവിടെ ഇമേജ് ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മളോട് ചോദ്യം. അപ്പോൾ ഈ കോമ്പിനേഷൻ എന്താണ്, ഇഫക്റ്റീവിൽ ഒരു മിറർ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായതാണ്. അതുകൊണ്ടാണ് ഞാൻ മിറർ ഫോർമുല യൂസ് ചെയ്തത്. ഇനി നമുക്ക് എന്താ വേണ്ടത്, v ആണ് വേണ്ടത്. സോ 1/v = 1/f - 1/u ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് 1/f? ആ കോമ്പിനേഷൻ്റെ ടോട്ടൽ ഫോക്കൽ ലെങ്ത് അത് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ആ കോമ്പിനേഷൻ്റെ ടോട്ടൽ ഫോക്കൽ ലെങ്ത് എത്രയാണ്? 15/2. ആ ഡാറ്റ കൃത്യമായിട്ട് കൊടുക്കാം. 15/2 ആണ്. -1/u അല്ലേ. ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 30 ആണ്. പക്ഷേ റൂൾ പ്രകാരം ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ മൈനസ് കൊടുക്കണം. അപ്പോൾ -30 എന്നായി. Therefore 1/v = 2/15. മൈനസും കൂടി പ്ലസ് ആയിട്ട് മാറി 1/30. ഇനി വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലിയും ഡിവൈഡും ചെയ്യാം. Therefore 1/v = 15 കോമൺ ഡിനോമിനേറ്റർ ആണ്. മേലെ എത്ര വരും? 5 വരും അല്ലേ. സോറി, 2 × 2 4, 4 + 1 5 കറക്റ്റ് ആണ്. അപ്പോൾ 5 എന്ന് വരും. താഴെ ആരാണ്? 30 ആണ് കോമൺ ഡിനോമിനേറ്റർ. ഓക്കെ, നമുക്ക് വേണ്ടത് v അല്ലേ. Therefore v = 30/5. വിയുടെ വാല്യൂ എത്രയാണ്? 30/5. ആരാണ് 30/5? 6 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മളോട് ഇമേജിലേക്കുള്ള ദൂരമാണ് അവർ ചോദിച്ചത്. ഇമേജിലേക്കുള്ള ദൂരം എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ പ്ലസ് ആണ് ആൻസർ കിട്ടിയത്. പ്ലസ് കിട്ടാൻ കാരണം ഇമേജ് എവിടെയായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക? റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ കണ്ടു. അപ്പോൾ ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ നോർമൽ മിറർ ഫോർമുല വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്ക് എന്ത് വേണം? ആ കോമ്പിനേഷൻ്റെ ടോട്ടൽ ഫോക്കൽ ലെങ്ത് വേണം. ആ കോമ്പിനേഷൻ്റെ ടോട്ടൽ ഫോക്കൽ ലെങ്ത് വേണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? 1/f = 1/fm - 2/fl. അപ്പോൾ സിൽവറിംഗ് ഓഫ് ലെൻസിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടി പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് സ്വന്തമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇതിൽ ഇതേപോലെ തന്നെയാണ്, ജസ്റ്റ് വാല്യൂ മാത്രമേ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. നമുക്ക് എത്ര പേർക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇതെന്താണ്? ഒരു കോൺവെക്സ് ലെൻസ് ആണ്. ഞാൻ മുമ്പ് ചെയ്ത കേസിൽ കോൺകേവ് ലെൻസിൻ്റെ ഒരു ഭാഗമല്ലേ നമ്മൾ സിൽവർ ചെയ്തിട്ടുള്ളത്. ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 3/2. ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് 10 ആണ്. R1 R2 എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ, വാല്യൂല് വ്യത്യാസമുണ്ട്. നമ്മൾ ചെയ്തത് കോൺകേവ് ആണ്, ഇതെന്താണ്? കോൺവെക്സ് ആണ്. ഈ ഭാഗം സിൽവർ ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ ഫൈനൽ ഇമേജ്. ഈ ഒരു ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ചെയ്തിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ എത്രയാണ് ആൻസർ കിട്ടുന്നത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ എന്ത് ചെയ്യും, സിൽവറിംഗ് ഓഫ് ലെൻസിൽ നിന്ന് എങ്ങനെ ഇനി ചോദ്യം വന്നു കഴിഞ്ഞാലും കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.